നമ്മളെ നാട്ടിലെ മനുഷ്യന്മാർ നബിയോടുള്ള സ്നേഹത്തെ പറ്റി പറയുന്ന വാക്കെന്നെ തെറ്റാൻ. ചില ആൾക്കാരെന്താ പറയൽ, ഇഷ്ക റസൂൽ, നബിയോട് റസൂലിനോട് ഇഷ്കാൻ, ഞാൻ ആഷിക്ക റസൂലാണ്, നബിൻ്റെ ആഷിക്കാന്നാ പറയുക. എന്താ ഇഷ്ക് എന്ന് പറഞ്ഞാൽ? ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയമാണ്, കാമം കലർന്നിട്ടുള്ള സ്നേഹത്തിനാണ് ഇഷ്ക് എന്ന് പറയുക. അതാണ് നമുക്ക് നബിയോട് വേണ്ടത്. അതിൻ്റെ ആൾക്കാർ സൂഫിയാക്കളാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്, ഹുബ്ബാണ്. ഇഷ്ക് ആണിന് പെണ്ണിനോട് തോന്നുന്നതാണ്, പെണ്ണിന് ആണിനോട് തോന്നുന്നതാണ്. ഭാര്യയോടും കാമുകിയോടും തോന്നുന്നതാണ് ഇഷ്ക്. അതാണ് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും വേണ്ടത്. ഖുർആനിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നബിയോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹുബ്ബാണ്, മഹബത്താണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഹുബ്ബാൻ ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ നാട്ടിൽ ഫ്ലെക്സാണ് ഇഷ്കെ റസൂൽ, ആഷിഖെ റസൂൽ. ആ പ്രയോഗം ശരിയല്ല. പ്രണയമല്ല അള്ളാഹുവിനോടുണ്ടാവേണ്ടത്, റസൂലിനോടുണ്ടാവേണ്ടത്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്. അറിഞ്ഞിട്ടോ അറിയാതെയോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹു ശരിയായിട്ട് മനസ്സിലാക്കാൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ.